നമ്മുടെ CA ഫൗണ്ടേഷൻ 2024 ജൂൺ റിസൾട്ട്സ് വന്നു. അപ്പോൾ റിസൾട്ട് വന്ന ദിവസം അതിൽ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ പേഴ്സൻറ്റേജ് ആയിരുന്നു റിസൾട്ട് ഓൾ ഇന്ത്യ ലെവലിൽ വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതല്ലാത്ത എൻ്റെ കുറച്ച് ചോദ്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് സംശയങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്രയും പേഴ്സൻറ്റേജ് കുറഞ്ഞു പോയത്? എപ്പോഴും എഴുതുന്ന കുട്ടികൾ ഏകദേശം ആ ഒരു കോവിഡിൻ്റെ സമയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എഴുതുന്ന കുട്ടികളുടെ എണ്ണം ഏകദേശം ഒരുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1,00,000-നടുത്ത് കുട്ടികളാണ് CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം മാത്രം ഇത്രയും റിസൾട്ട് വളരെ ഒരു 15% നമ്മൾ പോയിട്ടുള്ളത്? അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പല കേസുകളിലും നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന്, സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതൊരു പുതിയ സിലബസ് ആണ്. പുതിയ സിലബസിൽ വളരെയധികം കുട്ടികൾ കുറച്ചും കൂടിയും കൂടുതൽ പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് പഠിക്കാനുള്ള സാഹചര്യം കൊണ്ടാണ് അത്രയും പാസ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഒരു കാര്യം. സോ അത് എത്രത്തോളം നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും? ഈ കുട്ടികളുടെ സിലബസ് മാറിയതുകൊണ്ടാണ് പാസ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയത് എന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു ടെക്നിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2018 CPT എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതായത് അക്കൗണ്ടൻസിയും ലോയും ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്യാവുന്ന CPT എക്സാമിനേഷനിൽ നിന്ന് മാറി ആദ്യമായിട്ട് കുട്ടികൾ ഈ പറയുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സിലബസിലേക്ക് മാറിയിട്ടുള്ള, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സിലബസിലും കുട്ടികൾ പഠിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ റിസൾട്ട് ഏകദേശം ഇപ്പോൾ മുൻപൊക്കെ ഏവറേജ് കിട്ടിക്കൊണ്ടിരുന്ന നല്ല രീതിയിലുള്ള, അതായത് തൊട്ട് മുൻപുണ്ടായിരുന്ന വർഷങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പോലെ തന്നെയുള്ള ആ ഒരു എബോവ് 30 അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള റിസൾട്ട് തന്നെയാണ് ആ ഫസ്റ്റ് ഫൗണ്ടേഷൻ ബാച്ചുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലും ഇത്രയും വളരെ കുറഞ്ഞു പോയൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്നും കുട്ടികൾ ഫൗണ്ടേഷൻ റിട്ടൺ എക്സാമിനേഷനിലേക്ക് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അതിന് അത്രത്തോളം ഒരു പ്രശ്നം ഒരിക്കലും എന്തിലേക്ക് വരാൻ ചാൻസ് ഇല്ല. ഉറപ്പായിട്ടും ഈ ഒരു പഴയ സിലബസിൽ നിന്നും 1, 2, 3 ചാപ്റ്റേഴ്സ് കൂടുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തെ പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സിലബസിന്റെ മാറ്റം കൊണ്ടാണ് ഈ റിസൾട്ട് ഇത്രയും കുറഞ്ഞു പോയത് എന്നതിൽ മേ ബി അതൊരു ചെറിയ റീസൺ ആയിരിക്കാം. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അധികം സമയം കിട്ടിയിട്ടില്ല എന്നുള്ള ചെറിയ റീസൺ ആണെങ്കിലും എന്തുകൊണ്ട് അത് ഒരിക്കലും അത് മാത്രമായിട്ടുള്ള കാരണത്തിലേക്ക് എടുക്കാൻ പറ്റില്ല. രണ്ടാമതൊരു കാരണം നമ്മൾ ചുറ്റിലും പറഞ്ഞു കേൾക്കുന്നത് കുട്ടികളുടെ ക്വാളിറ്റി ഇഷ്യൂ ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള കുട്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ താഴെയായിരിക്കാം. കാരണം റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ റിപ്പീറ്റ് ചെയ്തതാണ്. പിന്നെ സെപ്റ്റംബർ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ കാണുന്നത് പല കോഴ്സിലേക്കും പോവാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന കുട്ടികളായിരിക്കാം മെജോറിറ്റി ആ ബാച്ചിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെയും ഒരു പ്രശ്നം, ഇതും ഒരു റീസൺ തന്നെയാണ്. അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊന്നുമല്ല, റീസൺ തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രതിഭാസം ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഒരിക്കലും ഈ ഒരു കഴിഞ്ഞ വർഷമല്ല അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അതിന് മുൻപുള്ള വർഷങ്ങളിലും നമ്മൾ ഈ പറഞ്ഞ ജൂൺ എക്സാമിനേഷനിലേക്ക് എഴുതുന്ന കുട്ടികൾ കൂടുതലും റിപ്പീറ്റേഴ്സും ഇതേപോലെ തന്നെ മറ്റു കോളേജിലേക്ക് അഡ്മിഷൻ നോക്കി കിട്ടാതിരിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു കഴിഞ്ഞ ബാച്ചുകൾ എഴുതി പോകുന്നിരുന്നത്. അപ്പം അന്നുണ്ടായിരുന്ന അപ്പോഴും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ആ റിസൾട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു അപ്പോഴും ഇത്രയും കുറഞ്ഞു പോയിട്ടുള്ള റിസൾട്ട് അപ്പോഴും ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് എന്തില്ല, റിസൾട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതും നമുക്കൊരു പരിപൂർണമായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് പറ്റില്ല, കുട്ടികളുടെ ഒരു ക്വാളിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് 2021, അതായത് 2021 സമയങ്ങളിലൊക്കെ കോവിഡ് വന്ന് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പോലും നമുക്കിവിടെ ഏകദേശം 30% റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കോവിഡിന്റെ സമയത്ത് കുട്ടികൾ ഓൺലൈൻ ക്ലാസ് കേട്ടിട്ടാണ് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഇന്ന് വരെ ഓൺലൈൻ ക്ലാസ് എന്താന്ന് പോലും അറിയാതിരിക്കുന്ന അധ്യാപകരാണ് അന്നൊരു ക്ലാസ് എടുത്തിട്ടുള്ളത്. അത്രയും നമ്മൾ പരിമിതമായിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ടും ഒക്കെ ക്ലാസ് എടുത്തിട്ട് അന്ന് കോവിഡിന്റെ സമയത്ത് പോലും കുട്ടികൾ ഇതേ ക്വാളിറ്റി വെച്ചിട്ടുള്ള കുട്ടികൾ തന്നെ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 30% മേലെ പേര് പാസ്സായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പൊതുവെ +1 +2 കോവിഡ് ബാച്ച് എന്ന് വിളിക്കുന്ന കുട്ടികൾ, അതായത് +1 കോവിഡായിട്ട് +1 വീട്ടിലിരുന്ന് പഠിച്ച, +2 വീട്ടിലിരുന്ന് പഠിച്ച കുട്ടികളുണ്ട്.
അങ്ങനെ പഠിച്ച കുട്ടികൾ പലരും അക്കൗണ്ടൻസി പഠിച്ചിരിക്കുന്ന ഓൺലൈനാണ്. അവർ +1 +2ന്റെ ബേസ് പോലും ഇല്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2ന്റെ പടി പോലും കാണാത്ത കുട്ടികൾ വന്നിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കുട്ടികളെ പഠിപ്പിച്ച് നമ്മൾ 30% എബോവ് റിസൾട്ട് ആണ് അന്ന് ആ കൊറോണ ബാച്ച് എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ആ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്രയും 15%ലേക്ക് കുറഞ്ഞു പോയത്? ഇനി കുട്ടികളുടെ ക്വാളിറ്റി ഇതാണ്, ഞങ്ങൾ പരമാവധി നല്ല രീതിയിൽ തന്നെ പേപ്പർ നോക്കിയിട്ടുണ്ട്, കുട്ടികളുടെ ക്വാളിറ്റി കുറവുകൊണ്ടാണെന്ന് തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ പോലും എൻ്റെ അടുത്ത ചോദ്യം, എന്തിനാണ് കഴിഞ്ഞ 2 എക്സാമിനേഷനിൽ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തത്? ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പറിൽ കഴിഞ്ഞ എക്സാമിലും അതിന് മുൻപത്തെ എക്സാമിലും 2 മാർക്ക് കുട്ടികൾക്ക് പേപ്പറുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു ഉദ്ദേശിച്ച പെർസെൻറ്റേജ് പാസ്സായില്ല എന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ ശരിക്കും ആ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം അത് കൊടുക്കാതെ? എനിക്കറിയില്ല കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, പേപ്പർ കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. സോ ഇതിൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്രയും റിസൾട്ട് കുറയുക എന്നുള്ളതിന് ഞാൻ കാണുന്ന ഒരു റീസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോളിസി ചേഞ്ച് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിരിക്കുന്ന ഡിസിഷനാണ് നമുക്ക് എക്സിറ്റ് കുറച്ചും കൂടി ലിബറൽ ആക്കാം, എൻട്രി കുറച്ചും കൂടി ബുദ്ധിമുട്ടാക്കാം. അപ്പോഴാണ് ആ ഒരു സിസ്റ്റം തന്നെ ആയിരിക്കാം ഇതിനകത്ത് ഉള്ളതെന്നുള്ളതാണ് നമ്മളുടെ വാദത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും. അപ്പോഴാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു എക്സാമിനേഷൻ മുൻപേ ഇങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്? കുട്ടികളുടെ ഒന്നുകിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആക്കാനാണ് ചെയ്യാൻ പറ്റുക. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാം, വാല്യുവേഷൻ കുറച്ചും കൂടിയും അങ്ങനെയൊക്കെ ആക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു എക്സാമിനേഷൻ നടക്കുന്നതിന് മുൻപേ തന്നെ ഇങ്ങനെ ഒരു മുൻവിധിയോട് കൂടി ഒരു എക്സാം നടത്തുക എന്ന് പറയുന്നതിൽ പ്രായോഗികമായിട്ട് ചെറിയൊരു അപകടമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഇത്രയും കുട്ടികൾ, 1 ലക്ഷത്തോളം കുട്ടികൾ എക്സാമിനേഷൻ എഴുതാൻ വരുന്ന സമയത്ത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുകയാണ് എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നുള്ള കാര്യം. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ 1 ലക്ഷം കുട്ടികളും മര്യാദക്ക് പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് അധ്യാപകർ എല്ലാവരും കൂടി ചേർന്ന് കുറച്ചും കൂടി കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച്, കുറച്ചും കൂടി കുട്ടികളെ ബുദ്ധിമുട്ടിച്ച്, കുട്ടികൾ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് എല്ലാവരും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തന്നെ പരീക്ഷ എഴുതിയിരുന്നിരിക്കട്ടെ, 1 ലക്ഷം കുട്ടികൾ ഈ പരീക്ഷ എഴുതിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയായിരുന്നു, അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ ഇവർ എൻട്രി റെസ്ട്രിക്ട് ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുമായിരുന്നോ? ഒരിക്കലുമില്ല. അവിടെയും ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ചിലപ്പോൾ കുറച്ചും കൂടി വാല്യുവേഷൻ ഡേറ്റ് ആക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് വീണ്ടും ആ എൻട്രി റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും ഇപ്പോൾ അധ്യാപകരുടെ ഇടയിലാണെങ്കിൽ പോലും, കുട്ടികളുടെ ഇടയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത് ആരുടെ തെറ്റുകൊണ്ടാണ്? ഒന്നുകിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ തെറ്റാണോ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ തെറ്റാണോ, അല്ലെങ്കിൽ അവരെ നോക്കുന്ന മെന്റേഴ്സിന്റെ തെറ്റാണോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഫെസിലിറ്റീസിന്റെ പ്രശ്നമാണോ ചിന്തിക്കുന്നിടത്ത് നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ 1 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിൽ 1 ലക്ഷം പേര് നന്നായിട്ട് എഴുതിയിരുന്നെങ്കിൽ പോലും അവരെ മുഴുവൻ പാസ്സാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അല്ല മുൻപേ IC എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ പരക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യം തന്നെയാണ് എന്ത്, എക്സിറ്റ് ലിബറൽ ആക്കുക, എൻട്രി റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളത്. സോ എങ്ങനെ നമ്മൾ നിന്ന് പഠിപ്പിച്ചാലും ഉറപ്പായിട്ടും ആ ഒരു ഉദ്ദേശം തന്നെ അവിടെ നടപ്പിലാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിലേക്ക് വരുന്ന എൻട്രി റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് IC എടുത്തിരിക്കുന്ന ഡിസിഷൻ. ഈ ഡിസിഷനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ്, ഞാൻ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എൻട്രി റെസ്ട്രിക്ട് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എൻട്രി റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും CA ഫ്രട്ടേണിറ്റിയിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പാസ്സായി പോയിട്ട് പിന്നെ ഇന്റർമീഡിയറ്റോ ഫൈനലോ കയറി വരാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. കാരണം ഇപ്പോൾ ഈ ബാച്ചിൽ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് 2000 അല്ലെങ്കിൽ എന്താ പറയുക 1500-2000 കുട്ടികളായിരിക്കാം ഈ ബാച്ചിലുള്ളത്. പക്ഷേ ഈ 12 വർഷത്തിനിടയ്ക്ക് ഞാൻ പഠിപ്പിച്ചു പോയിരിക്കുന്ന ഒരുപാട് കുട്ടികൾ പലപ്പോഴും ഫൗണ്ടേഷൻ പാസ്സായി ഇന്റർ കയറി വരാതെ, അല്ലെങ്കിൽ ഇന്റർ പാസ്സായി ഫൈനൽ കയറി വരാതെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും പലരും ഞങ്ങളുടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സങ്കടം അല്ലെങ്കിൽ അവരുടെയൊക്കെ ബുദ്ധിമുട്ട് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്, എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടി ലിബറൽ ആക്കിക്കൂടാ? കുട്ടികൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നു, അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈ കോഴ്സിലേക്ക് വരുന്നു. അപ്പോൾ അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അവർ ഫൈനൽ കഴിഞ്ഞ് അവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് കാണണം തന്നെയാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മെജോറിറ്റി ഉള്ള കുട്ടികളും ഈ ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും കരുതിയിട്ടുണ്ട് ഉറപ്പായിട്ടും ആ ഒരു എക്സിറ്റ് ലിബറൽ ആക്കണം എന്നുള്ളത്. സോ ഉറപ്പായിട്ടും ആ എക്സിറ്റ് ലിബറൽ ആക്കുക, എൻട്രി റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തെ ഉറപ്പായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
കാരണം അത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. കാരണം CA പോലത്തെ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കോഴ്സിൽ ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയുക, അവരുടെ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ലാത്ത കുട്ടികളാണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അവർ റെസ്ട്രിക്ട് ചെയ്യട്ടെ. നമ്മളും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവരുടെ ആ റെസ്ട്രിക്ഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു രീതിയിൽ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല. അത് കുറച്ച് രീതിയിൽ തന്നെ നിൽക്കട്ടെ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രി റെസ്ട്രിക്ഷൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കോമൺ ടോക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആയിരിക്കാം ഞാനിപ്പോൾ സംസാരിച്ചത് കേട്ടിട്ട് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എൻട്രി റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് തീരുമാനിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന, ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് കുറച്ചും കൂടി റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇത് 1,00,000-ഓളം കുട്ടികളുടെ ഭാവിയാണ്. 1,00,000 കുട്ടികളിൽ വെറും 15,000 കുട്ടികൾ മാത്രം പാസ്സാവുമ്പോൾ അപ്പുറത്ത് 85,000 കുട്ടികൾ, അല്ലെ, 85,000, 1,00,000 കുട്ടികൾ അപ്രോക്സിമേറ്റ്ലി എഴുതുന്നുണ്ടെങ്കിൽ 15% എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 15,000 കുട്ടികൾ പാസ്സാവുന്നു. ബാക്കി 85,000 കുട്ടികൾ പുറത്താണ്. ഈ 85 സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദിക്കുന്നത് എങ്ങനെ അവരൊക്കെ ജയിപ്പിക്കാനാണ്? അല്ല, ഒരിക്കലുമല്ല. പക്ഷേ നമ്മുടെ CAന്റെ പണ്ടത്തെ CPT എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +2 കഴിഞ്ഞ കുട്ടിക്ക് 2 മാസത്തോളം പഠിച്ച് ജൂണിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? പാസ്സായാൽ അവർക്ക് ഇന്റർമീഡിയറ്റിലേക്ക് പോകാം. പാസ്സായില്ലെങ്കിൽ അവന് തന്നെ സ്വയം ഡിസൈഡ് ചെയ്യാം ഇനി ഞാനത് തുടരണോ വേണ്ടേ എന്നുള്ളത്. അത് ഉറപ്പായിട്ടും നല്ലൊരു സ്റ്റേജ് ആയിരുന്നു. അവിടെ ഒരിക്കലും നമ്മൾ കുട്ടികളുടെ എന്ത് ചെയ്യുന്നില്ല, ഒരു കാരണവശാലും കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. കാരണം അവിടെ അത്രയും കുട്ടികൾ തന്നെ, ഈവൻ CPT സമയത്തും പാസ് പെർസെൻറ്റേജ് കുറവായിരിക്കാം, ഒരിക്കലും വലിയൊരു പെർസെൻറ്റേജിലേക്ക് പോയിട്ടില്ല. എന്നിരുന്നാൽ പോലും ബാക്കി കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? അവർ നെക്സ്റ്റ് എന്ത് കോഴ്സിലേക്ക് പോകുന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും അവർക്ക് ആ വർഷം മിസ്സാവാതെ നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ എൻട്രി റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ള പേരിൽ ഫൗണ്ടേഷൻ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് +2 കഴിഞ്ഞ് വരുന്നൊരു കുട്ടി, അവൻ ഏപ്രിലിൽ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എപ്പോഴാണ് എക്സാം എഴുതുന്നത്? സെപ്റ്റംബറിൽ പോലും എക്സാം എഴുതാൻ ആ കുട്ടിക്ക് പറ്റുന്നില്ല. കാരണം അത്രയും വാസ്റ്റ് സിലബസ് ആണ് കുട്ടിയുടെ മുന്നിൽ കൊടുത്തിരിക്കുന്നത്. ഒരു നീറ്റ് പരീക്ഷ പോലെ അവർ +1 +2 പഠിച്ച അതേ സബ്ജക്റ്റിന്റെ തന്നെ കുറച്ചും കൂടി ഡെപ്ത് സാധനങ്ങളല്ല അവർ പഠിപ്പിക്കാനുള്ളത്. അവരാകെ കേട്ടിട്ടുള്ള ഒരു അക്കൗണ്ടൻസി മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴാണ് വേറൊരു അക്കൗണ്ടിങ് വരുന്നത്. സോ അത്രയും വലിയ അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ശരി, ഇവർ പുതിയതായിട്ട് പഠിക്കുന്ന പോലെയാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ടാവും. ആൻഡ് മോർ ഓവർ നീറ്റ് സയൻസുകാർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ കൊമേഴ്സിലേക്ക് സയൻസുകാർ വരുന്നുണ്ട്. അവർ അക്കൗണ്ടൻസിൽ ഡെബിറ്റും ക്രെഡിറ്റും കേൾക്കുന്ന ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ വരുന്ന കുട്ടികളെ സെപ്റ്റംബറിൽ എഴുതിക്കാമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോളിസി പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ +2 മുൻപേ രജിസ്റ്റർ ചെയ്ത കുട്ടിക്ക് +2 കഴിഞ്ഞ് വരുന്ന ജൂൺ എക്സാം എഴുതാമെന്ന് പറയുന്നുണ്ടെങ്കിലും, വളരെ മിനിമം സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ചിലപ്പോൾ അത്രയും ടോപ്പിക്ക് സ്വയം പഠിച്ചെടുക്കാനായിട്ട് പറ്റുക. ഇത് ഈ ടോപ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉറപ്പായിട്ടും നമുക്കൊരു ആ കുട്ടിയെ ജൂണിൽ എഴുതിപ്പിക്കാവുന്ന രീതിയിൽ +2നോടൊപ്പം നമുക്ക് കോച്ചിങ് കൊടുക്കാം. കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ കയറി വരുന്നുണ്ടെങ്കിലും മെജോറിറ്റി സ്റ്റുഡൻസും +2 കഴിഞ്ഞ് കൃത്യമായ ഒരു 6-7 മാസത്തെ കോച്ചിങ് എടുത്തതിന് ശേഷം പിന്നത്തെ ജനുവരിയിലായിരിക്കും അവർ പരീക്ഷ എഴുതുന്നുണ്ടാവാം. അത്രയും കുട്ടികൾ, 1,00,000-ഓളം കുട്ടികൾ, അത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ്, ഈ കഴിഞ്ഞ ജൂണിലാണ് 1,00,000 കുട്ടികൾ. ഡെഫിനറ്റ്ലി അടുത്ത പ്രാവശ്യം എഴുതാൻ പോകുന്നത് നിയർ ടു 2 lakh സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ 3 lakh സ്റ്റുഡൻസ് ആയിരിക്കാം. അത്രയും കുട്ടികൾ എഴുതുമ്പോൾ ബാക്കി അതിൽ നിന്നും ഇത്രയും ചെറിയ പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമേ ഞങ്ങൾ പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഞങ്ങൾ എൻട്രി റെസ്ട്രിക്ട് ചെയ്യുകയാണെന്ന് പറയുന്ന സമയത്ത് ബാക്കി കുട്ടികളുടെ 1 വർഷത്തോളം സമയം കളഞ്ഞിട്ടാണ് നമ്മളുടെ ഈ പോളിസി നടപ്പിലാക്കി എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇത്രയും കുട്ടികളുടെ ഭാവി, ഇത്രയും കുട്ടികൾ 1 വർഷത്തോളം ഇതിന്റെ പിന്നാലെ നിന്നിട്ട് അവർ പരിശ്രമിച്ചിട്ട് അവർ ഈ പറയുന്ന രീതിയിൽ 15% എൻട്രി റെസ്ട്രിക്ഷൻ കൊടുക്കാന്ന് പറയുന്ന ആ ഒരു തീരുമാനം തീർച്ചയായിട്ടും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടിയും ഈ ഒരു സിസ്റ്റത്തെ കുറച്ചും കൂടി എന്ത് ചെയ്യണം? ചെറുതാക്കണം. ഒരു +2 കഴിയുന്ന കുട്ടിക്ക് 2 മാസം കൊണ്ടോ, അല്ലെങ്കിൽ +2നോടൊപ്പമോ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടിക്ക് 2 മാസം കൊണ്ട് പഠിച്ച് പണ്ടത്തെ പോലെ തന്നെ CPT എന്ന് പറയുന്നൊരു സിസ്റ്റം പോലെ തന്നെ 2 മാസം കൊണ്ട് പഠിച്ച് എഴുതാവുന്ന സിലബസിലേക്ക് ഇതിനെ ചെറുതാക്കുകയും, ആ ചെറുതാക്കിയതിന് ശേഷം ആ കുട്ടിക്ക് ജൂണിൽ എക്സാം എഴുതി വളരെ പെട്ടെന്ന് റിസൾട്ട് വന്ന് ആ കുട്ടിക്ക് പിന്നീട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. കാരണം അവിടെ ഉറപ്പായിട്ടും നമുക്ക് എൻട്രി എന്ന് പറയുന്നതിൽ ഒരിക്കലും ഇത്രയും വാസ്റ്റ് ടോപ്പിക് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻട്രി എന്ന് പറയുന്നതിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം CA പഠിക്കാൻ ആ കുട്ടിക്ക് യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ മാത്സിനകത്ത് കുറേ ടോപ്പിക്സ് ഉണ്ട്, ഫൗണ്ടേഷനകത്ത്, ലോക്കകത്ത് കുറേ ടോപ്പിക് ഉണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന് പറയുന്നത് സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവശ്യം വരുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ്, ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്ന ആക്ട്, കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ആക്ട് എന്തിനാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡന്റ് പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എപ്പോഴും സംശയമുണ്ട്. ഒരു ബേസിക് ലോ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാമെന്നല്ലാതെ അത്രയും ഡെപ്തിലേക്ക് എന്തിനാണ് ഈ കുട്ടികളെ ആ ടോപ്പിക് പഠിപ്പിക്കുന്നത്?
അല്ലെങ്കിൽ മാത്സിലായിക്കോട്ടെ, അക്കൗണ്ടൻസി പിന്നെ ഓക്കെ. എക്കണോമിക്സിൽ നമുക്ക് ഒരിക്കലും ഒരു ആവശ്യമില്ലാത്ത കുറേ ടോപ്പിക്സ് ചിലപ്പോൾ ഉണ്ടാവും, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും. അപ്പോൾ അത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത്രയും ലോഡഡ് ടോപ്പിക് കൊടുക്കുകയും ഈ കുട്ടികൾ അത്രയും ടോപ്പിക് ഇത്രയും കൂടുതലാക്കിക്കൊണ്ട് ഇത്രയും വർക്ക് ചെയ്ത് അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് 1 വർഷത്തോളം പഠിച്ച് എക്സാം എഴുതിയിട്ട് നമ്മൾ എൻട്രി റെസ്ട്രിക്ട് ചെയ്യാന്നുള്ള തിയറി പറയുന്നത് ഒട്ടും ഒരു നല്ലതായിട്ട് എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം അത്രയും കുട്ടികളാണ് പിന്നെ അവർ ക്യാരി ഫോർവേഡ് ആവുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരു 15,000 കുട്ടികൾ പാസ്സാകുമ്പോൾ 85,000 കുട്ടികൾ പുറത്താണ്. ഈ 85,000 കുട്ടികൾ സെപ്റ്റംബറിൽ എക്സാം എഴുതുമ്പോൾ വീണ്ടും അതിൽ 15% കുട്ടികൾ മാത്രമേ പാസ്സാവുള്ളൂ എന്ന് പറയുമ്പോൾ ആ 85,000 കുട്ടികളുടെ കൂടെ തന്നെ സെപ്റ്റംബറിൽ എഴുതാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഇനി അവർക്ക് കിട്ടില്ല, അടുത്ത ജനുവരിയിലായിരിക്കും അവർക്ക് എഴുതുന്നുണ്ടാവും. പക്ഷെ ആ ജനുവരിയിലേക്ക് അവരുടെ കൂടെ വീണ്ടും 2 ലക്ഷം കുട്ടികൾ എഴുതാൻ വരുന്നുണ്ട്. അപ്പൊ ഇത് ഉറപ്പായിട്ടും ഇവിടെ ഒരു ഹയർ സെക്കൻഡറി എക്സാം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഒരു CA എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് വരാനുള്ളൊരു ഭയം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ആ ഭയം ക്രിയേറ്റ് ചെയ്യൽ കൊണ്ടാണോ ഈ എൻട്രി റെസ്ട്രിക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു വൈകാരികതയുടെ പുറത്ത് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്നതിൽ എത്രത്തോളം ഒരു യുക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാത്ത പല വശങ്ങളും ഇതിനകത്ത് ഉണ്ടാവാം. എന്നാലും എൻ്റെ ഈ ചെറിയ ബുദ്ധി വെച്ചിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് തികച്ചും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇനി ഇതിനോട് വരാനുള്ള ഒരു ഭയം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഭയം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് ഒരുപാട് കുട്ടികൾ ഈ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പോലും ഇതിൽ നിന്ന് പുറകിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം ആയിരിക്കും അവിടെ ക്രിയേറ്റഡ് ആവുന്നുണ്ടാവുക. ഇത് തീർച്ചയായിട്ടും റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അറിയുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഒരിക്കലും ഞാൻ മാത്രമല്ല ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറിയ മനുഷ്യനായിരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മുകളിലുള്ള എല്ലാവരും ഇത് ചിന്തിച്ചിരിക്കാം. പക്ഷെ അത് ഉറപ്പായിട്ടും മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യണം. കാരണം ഇത് ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉറപ്പായിട്ടും ഉണ്ടാക്കാനായിട്ട് കഴിയണം. ഉറപ്പായിട്ടും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലത്തെ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് വരാൻ പറ്റുന്ന കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ അധികം സമയം കളഞ്ഞുകൊണ്ടല്ലാത്ത ഒരു ടെസ്റ്റ് നടത്താവുന്ന സംവിധാനം കൊണ്ടുവരാനൊക്കെ നമുക്ക് ശ്രമിക്കാം. പലപ്പോഴും ഞാനിത് പറയുന്ന സമയത്ത് ഈവൻ എൻ്റെ ഒരു സുഹൃത്തിനടുത്ത് പറഞ്ഞപ്പോൾ പോലും ആൾ പറഞ്ഞ കാര്യം നീറ്റും ഇങ്ങനെ തന്നെയല്ലേ എന്നാണ്. നീറ്റ് എക്സാം എഴുതാനും കുട്ടികൾ 1 വർഷത്തോളം സമയം എടുക്കുന്നില്ലേ? അതിൽ 1 വർഷം എടുക്കുന്നു എന്ന് കരുതി നമുക്ക് ലിബറലാക്കാൻ പറ്റില്ലല്ലോ എന്നാണ്. നീറ്റ് എക്സാമിനേഷന് വേണ്ടി 1 കൊല്ലം കളയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ നീറ്റിൽ അവൻ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ പ്രൈമ ഫീഷ്യ ഡോക്ടറായ പോലെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് സീറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ MBBS സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഡോക്ടറാണ്. സോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെയും തിരിച്ചു വരാം. സോ അവിടെ ആ ഡോക്ടർ ആവുക എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ആ ഒരു MBBS സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ വർഷം മാത്രമേ അവൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഭാഗ്യപരീക്ഷ നടത്തുന്നുള്ളൂ. പക്ഷെ ഒരു CA സ്റ്റുഡന്റ് ഫൈനൽ പാസ്സാവുന്നത് വരെ അവൻ ഭാഗ്യപരീക്ഷത്തിന് പിന്നില്ല. ഫൗണ്ടേഷൻ പാസ്സാവോ ഇല്ലെന്ന് ഉറപ്പില്ല. അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് എഴുതി കഴിഞ്ഞാൽ പാസ്സാവില്ലെന്ന് ഉറപ്പില്ല. ഫൈനൽ എഴുതി കഴിയുന്ന സമയത്തും പാസ്സാവില്ലെന്ന് ഉറപ്പില്ല. അതിൻ്റെ ഇടയിൽ ഈ എൻട്രി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ +1 +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളെ കൂടി ഒരു പരാജയത്തിന്റെ റിസൾട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഇത്തരം തീരുമാനങ്ങൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടതാണ്. ഇത്രയും സമയം കളയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും റീതിങ്ക് ചെയ്യേണ്ടതാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ നമ്മൾ എന്തായാലും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. സോ ഇനിയും എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നമുക്ക് പതുക്കെ കൊണ്ടുവരണം. ഇതിൽ ഈ ഒരു സംഭവത്തിനെതിരെ നമുക്ക് വേണമെങ്കിൽ, അതായത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു റിസൾട്ട് കട്ട് ഷോട്ട് ചെയ്തു, അങ്ങനെ ഒരു പ്രീസെറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു ഡിസിഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം വെക്കുന്നത്? +2 ഇത്ര മാർക്ക് പെർസെൻറ്റേജ് പോലും വേണ്ട CA ഫൗണ്ടേഷൻ വരാനായിട്ട്. അപ്പോൾ എന്തിനാണ് അങ്ങനെ അത്രയും കുട്ടികളുടെ രജിസ്ട്രേഷൻ എടുക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതൊരു കൂട്ടത്തോൽവിയാണ്. മനഃപൂർവ്വം നമുക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഹർജി പോലെയോ മറ്റോ ഒക്കെ ആയിട്ട് കൊടുക്കാം. അത്തരം താല്പര്യങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നോക്കാം ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു.